ജമഇയ്യത്തുൽ ഉലമയുടെ അഭിനന്ദനായ വക്താവ് അത് ഈ സംഘടനയുടെ മാത്രം പ്രത്യേകതയാണ്. കണ്ട ആളുകൾക്ക് മുഴുവനും കയറി ഇടപെടുന്ന ഒരു ശൈലി ഈ ജമഇയ്യത്തുൽ ഉലമ സ്വീകരിച്ചിട്ടില്ല. ഇഷ്ടംപോലെ ആളുകൾക്ക് പറയാം, അത് അവനല്ല പറയേണ്ടത്, ഞാനാണ് പറയേണ്ടത് എന്നുള്ള ഒരു തർക്കം, ആ ഒരു വിഷയമേ ഈ ജമഇയ്യത്തുൽ ഉലമക്കില്ല. അഭിനന്ദനായ ശംസുൽ ഉലമ കീഴനൂറുടെ അവസാനം നടന്ന മുസാവറയിൽ സംഘത്തിന്റെ വക്താവ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വക്താവാണ് ഇന്ന് കേരളം കണ്ട സർവരാലും അംഗീകരിക്കപ്പെടുന്ന കാലഘട്ടത്തിന്റെ അത്ഭുതം ഹുജ്ജത്തുൽ ഉലമ മൗലാന നജീബ് ഉസ്താദ് അവർകൾ. അവിടുത്തെ പുസ്തകങ്ങൾ, അവിടുത്തെ പ്രസംഗങ്ങൾ എല്ലാവർക്കെതിരെയും, യുക്തിവാദികൾക്കെതിരെയും എങ്ങനെ താത്വികമായ യുക്തിവാദികളെ നേരിടണം, എന്താണ് ശരിയായ രീതി, ക്രിസ്ത്യാനിസത്തെ എങ്ങനെ നേരിടണം, മറ്റുള്ള ആളുകളെ എങ്ങനെ നേരിടണം, വിദഗ്ധക്കാരുമായി എങ്ങനെ സംവദിക്കണം, അതിന്റെ റൂട്ട് എന്ത്, ഫിഖ്ഹിയായ വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, മസ്അലകൾ എങ്ങനെ പറയണമെന്ന് ഒരു നേർ ചിത്രം, നേർ രേഖ, സുന്ദരമായൊരു വഴി ഈ കേരളത്തിന് പഠിപ്പിച്ചു കൊടുത്ത അഭിനന്ദനായ മൗലാനയെ നിങ്ങൾ കേൾക്കണം, വായിക്കണം, തെറ്റിദ്ധാരണകൾ അകറ്റണം, കൂടുതൽ പഠിക്കണമെന്ന് മാത്രം ഈ നാട്ടുകാരോട് വളരെ വിനീതമായി അപേക്ഷിച്ചുകൊണ്ട്